ഹായ്. നിങ്ങൾ ഇതുവരെ പരിചയപ്പെടാതെ ഒരാളെ കൂടി ഞാൻ പരിചയപ്പെടുത്തുന്നതിന്. ഇതെന്റെ ഹസ്ബൻഡാണ്. ഹസ്ബൻഡിന്റെ പേരെല്ലാം പറയാ. എന്റെ പേര് പ്രദീപൻ. ഞാൻ ഇത്രയും സ്ഥലത്തുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 24 വർഷമായി. ഞാനും എൻ്റെ ഭർത്താവും കൂടി കൊട്ടിയൂരേക്ക് പോവുകയാണ്. മക്കളൊന്നും ഇപ്പോൾ നാട്ടിലില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ തനിച്ചാണ് പോകുന്നത്. പിന്നെ രാവിലെ മുതലേ വ്രതശുദ്ധിയോടുകൂടി നിൽക്കുകയാണ്. അപ്പം മഴ ചോർന്ന് ഉച്ചയ്ക്ക് ശേഷം പോയി കഴിഞ്ഞാൽ ഇവിടെ അത്ര തിരക്കുണ്ടാവില്ല. കഴിഞ്ഞ വർഷം പോയപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് പോയത്. അപ്പോൾ നാട്ടുകാരൊക്കെ അധികം വൈകുന്നേരമാണ് കൊട്ടിയിലൊക്കെ പോകാറ്. അതുകൊണ്ട് ഞങ്ങളും വൈകുന്നേരമാണ് പോകുന്നത്. വൈകുന്നേരം പോകുമ്പോൾ കുറച്ച് തിരക്കൊക്കെ കുറയാറുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ പോകുമ്പോൾ കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നു. ഇപ്പൊ ജനങ്ങളൊക്കെ ഇപ്പൊ എല്ലാവരും വൈകുന്നേരം പോയി കഴിഞ്ഞാലാണ് തിരക്ക് കുറവെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് എല്ലാരും വൈകുന്നേരം പോകുന്നത്. പണ്ടൊക്കെ ഞങ്ങൾ പോകുന്ന സമയത്ത് അങ്ങനെ തിരക്കുണ്ടാകാറില്ല അല്ലേ റുചി? അതുകൊണ്ടാണ് നമ്മൾ ഈ വൈകുന്നേരം പോകാൻ തുടങ്ങി അല്ലേ? എല്ലാ വർഷവും കൊട്ടിയൂര് പോകാറുണ്ട്. കൊട്ടിയൂര് യാത്ര ഞങ്ങൾ മുടക്കാറില്ല. ഇന്ന് ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം ഞങ്ങളുടെ മകളുടെ ബർത്ത്ഡേ കൂടിയാണ് ഇന്ന്. അപ്പോൾ അവൾ നാട്ടിലില്ല. അപ്പോൾ മോളുടെ ബർത്ത്ഡേ പ്രമാണിച്ച് കൂടിയാണ് നമ്മൾ ദൈവസന്നിധിയിലേക്ക് പോകുന്നത് അല്ലേ? സാധാരണ ഈ ഏരിയയിലൊക്കെ പൊതുവെ ബ്ലോക്കാണ് ഉണ്ടാകാറ്. ഇന്ന് കുറച്ച് ബ്ലോക്ക് കുറവുണ്ട്, മഴയും കുറവുണ്ട്, സൺലൈറ്റ് കാണുന്നുണ്ട്. ഇത് സ്ഥലം ചുങ്കക്കുന്ന് പള്ളി. ചെറിയ ചെറിയ വാഹനങ്ങൾ വരാൻ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. നമ്മള് ബ്ലോക്കില്ല എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ വണ്ടികൾ വൈകുന്നേരത്തോടു കൂടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ റൂട്ടിന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഞാൻ പണ്ട് കാലത്ത് ബസ് ഓടിച്ച റൂട്ടായിരുന്നു. ഈ റൂട്ടിലെ എല്ലാ സ്റ്റോപ്പും എനിക്ക് നന്നായിട്ട് പരിചയമുണ്ട്. പണ്ട് ഒരുപാട് കാലം ഈ റൂട്ടിൽ ബസ് ഓടിച്ച ആളാണ്. ഒരുപാട് കാലം ഒന്നുമില്ല, 5 വർഷം. ഇവിടെ 5 വർഷം ഓടിച്ചിട്ടുള്ളൂ. നമ്മളെ സംബന്ധിച്ച് അത് ഒരുപാട് കാലം തന്നെയാണ്. 5 വർഷം ഒരുപാട് കാലം മുമ്പേ. ഒരുപാട് കാലം മുന്നേ ആയാലും അത് ഒരുപാട് കാലം തന്നെയാണ്. കല്യാണം കഴിഞ്ഞിട്ട് 24 വർഷമായില്ലേ? 24. അപ്പൊ 24 വർഷത്തിന് മുമ്പേ ഞാൻ കൊട്ടിയൂർ റോഡിൽ പണി നിർത്തിയിരുന്നു. അതിനുശേഷം കോഴിക്കോടിലായിരുന്നു, തൃശ്ശൂരിലായിരുന്നു. അങ്ങനെ ലോകത്തിലെ എല്ലാ ലൈനിലും പണിയെടുത്ത ആളാണെന്നാ പറഞ്ഞത്. ഇന്ത്യയിലൊരു സ്ഥലമൊക്കെ പണ്ടൊക്കെ കൊട്ടിയൂരേക്ക് ഒരുപാട് ജീപ്പുകളായിരുന്നു പോയിരുന്നത്. ഇതാ ഇപ്പോൾ ജീപ്പൊക്കെ അപൂർവമായി മാത്രമേ നമ്മൾ കാണാറുള്ളൂ. ഞാനൊക്കെ ചെറുപ്പത്തിൽ കണ്ടിരുന്നത് ഒരുപാട് ജീപ്പുകൾ ആൾക്കാർ ഇങ്ങനെ തൂങ്ങിപ്പിടിച്ച് യാത്ര ചെയ്യുന്നത് കണ്ടിരുന്നു. കല്യാണത്തിന് മാത്രമല്ല, ഇതുപോലെ കൊട്ടിയൂർ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കൊട്ടിയൂരിന്റെ വനമേഖലയാണ് ഈ കാണുന്നത്. ഇത് നെടുമ്പയിലാണ്. കൊട്ടിയൂരേക്ക് പോകുന്ന വഴി എന്നാണ് ഉദ്ദേശിച്ചത്. വാഹനങ്ങളൊന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നത് കൊട്ടിയൂരിൽ നിന്ന് അങ്ങോട്ടുനിന്ന് തിരിച്ചു വരുന്നവരുടെ ബ്ലോക്ക് ആയിരിക്കാനാണ് ചാൻസ്. ഈ സമയത്ത് കൊട്ടിയൂരിൽ നിന്ന് തിരിച്ചു വരുന്ന വാഹനങ്ങളുടെ ഒരു നീണ്ട നിര കാണേണ്ടതാണ്. പക്ഷേ വാഹനങ്ങളൊന്നും കാണുന്നില്ല. അതിനർത്ഥം എല്ലാം കൊട്ടിയൂർ ഭാഗത്ത് ബ്ലോക്കായി കിടക്കുന്നു എന്നുള്ളതാണെന്ന് തോന്നുന്നു. ചില്ലറ വാഹനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ഏകദേശം 3:45 ടൈമാണ്. നല്ല വെയിലൊക്കെ കാണുന്നുണ്ട്. നമ്മൾ കൊട്ടിയൂരിന്റെ മണ്ണിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇന്ന് കുറച്ച് തിരക്ക് കുറവാണെന്നാണ് തോന്നുന്നത്. പാമ്പറമ്പാൻ പാലം. നമ്മൾ പാമ്പൻ പാലം എന്നൊക്കെ ഇതാ കൊട്ടിയൂരിന്റെ മണ്ണിലെ നമ്മുടെ ഓടപ്പൂ ഒക്കെ കാണാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്ന് തിരക്ക് കുറവാണെന്നല്ല കേട്ടോ, നല്ല തിരക്ക്, ഒട്ടും തിരക്കില്ല എന്ന് തന്നെ പറയാം. അല്ല, ഒട്ടും തിരക്കില്ല എന്ന് തന്നെ പറയാം. സൈഡിലൊക്കെ ഓടപ്പൂ കണ്ടോ?
ഓടപ്പൂവ് സാധാരണ ഭക്തർ തിരിച്ചു പോകുമ്പോൾ ആണ് വാങ്ങിക്കാറ്. ഓടപ്പൂവിൻ്റെ കഥയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പാർക്കിങ്ങിലേക്ക് വാഹനങ്ങൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. പേ പാർക്കിംഗ് ആണ് ഇവിടെയൊക്കെ. എത്രയാ പേ പാർക്കിങ്ങിന്? എത്രയാ? 40 രൂപ. വണ്ടി വെച്ചിട്ട് കൊടുത്താൽ മതി അല്ലേ? ചെറിയ വാഹനങ്ങൾ ഒരുപാടുണ്ട്. കുറച്ച് ഉള്ളിലോട്ട് വേണം പാർക്ക് ചെയ്യാൻ. എന്നിട്ട് ഇവിടെ നിന്ന് നടന്ന് വേണം നമ്മൾ തിരുവഞ്ചിറയിലേക്ക് പോകാൻ. തിരക്കില്ലാന്ന് പറഞ്ഞിട്ട് ഇന്ന് ഒരുപാട് വാഹനങ്ങളുണ്ടല്ലോ അല്ലേ? വണ്ടിയുണ്ട്. ചെറിയ വണ്ടികളാണ് ഏറ്റവും കൂടുതൽ. മഴ പെയ്തുകൊണ്ട് കംപ്ലീറ്റ് ചളിയായിട്ടുണ്ട്. ഇതിലൂടെ പോകാതല്ലേ? കൊട്ടിയൂരിന്റെ പ്രധാനപ്പെട്ട ബാവലിപ്പുഴയാണ്. ബാവലിപ്പുഴ കടന്ന് വേണം നമുക്ക് അക്കരെ കൊട്ടിയൂരേക്ക് പോകാൻ. ഉത്സവ സമയത്ത് മാത്രമേ അക്കരെ കൊട്ടിയൂർ തുറക്കാറുള്ളൂ. അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, നമ്മൾ പ്രത്യേകിച്ച് പറയണം. ഉത്സവ സമയത്ത് അക്കരെ കൊട്ടിയൂരേക്ക് പോകുന്ന വഴിയാണിത്. ഇവിടെയൊക്കെ താൽക്കാലികമായിട്ട് ബണ്ട് കെട്ടി വെള്ളം തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. വെള്ളം തടഞ്ഞു നിർത്താൻ മാത്രമല്ല, സേഫ്റ്റിന്റെ ഭാഗം കൂടിയിട്ടാണ്. ജനങ്ങളുടെ സേഫ്റ്റിന്റെ ഭാഗം ആൾക്കാർ നടന്നു പോകും. അവിടെയായി ജനങ്ങൾക്ക് കുളിക്കാനുള്ള ഒരു സൗകര്യം കൂടിയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് കാല് കഴുകിയിട്ടാണ് ഞങ്ങൾ തിരുവഞ്ചിറയിലേക്ക് പോകുന്നത്. സാധാരണ നമ്മൾ കൊട്ടിയൂരേക്ക് പോകുമ്പോൾ പുഴയിൽ കുളിച്ചിട്ടാണ് ചില ആൾക്കാർ പോകാറ്. ഞങ്ങൾ കുളിച്ചിട്ട് വന്നതുകൊണ്ട് ഇവിടെ നിന്ന് തൽക്കാലം കാല് കഴുകിയിട്ടാണ് പോകുന്നത്. അത് വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ചെറിയ ചെറിയ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ പാലം ഓപ്പൺ ആയിട്ടില്ല. പാലത്തിലൂടെ ആൾക്കാർ പോകുന്നുണ്ടല്ലേ? അപ്പുറത്തെ ബണ്ടിലോട്ടും പോ പാലത്തിലൂടെ പോ. അപ്പുറത്തെ ഉണ്ടാ, അതിലൂടെയാണ് നേരെ തിരുവഞ്ചിറക്ക് എത്തണ്ടേ. പാലത്തിലൂടെ നല്ല കാടിന്റെ നടുവിലൂടെയാണ് നമ്മുടെ യാത്ര. കൊട്ടിയൂരിന്റെ പ്രകൃതി ഭംഗി ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് പുതിയ റൂട്ടാണ്. അതവിടെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരേണ്ടത്. സാധാരണ നമ്മൾ വരുന്ന വഴി അതിലൂടെ ആയിരിക്കും. പാർക്ക് ചെയ്തത് കൊണ്ടാണ് കുറച്ച് നടക്കേണ്ടി വന്നത്. കാരണം വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്. ജനങ്ങൾ പല ഭാഗത്തു കൂടെയായി തിരുവഞ്ചിറയിലേക്ക് വരുന്നുണ്ട്. തിരുവഞ്ചിറയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ ചെരുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ അഴിച്ചു വെക്കണം. ചെരുപ്പ് സൂക്ഷിക്കാൻ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ തിരുവഞ്ചിറയിലേക്ക് പോകുന്നത്. അപ്പോൾ തിരുവഞ്ചിറയുടെയും മണിത്തറയുടെയും അമ്മാറത്തറയുടെയും ഒക്കെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.